ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനോട് സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ ചെറിയൊരു ജലദോഷവും ചീറ്റലും തുമ്മലൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ ഒരു യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടുള്ള സ്ഥലത്തൂടെയൊക്കെയായിരുന്നു യാത്ര ചെയ്തത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇസ്നോഫിലിയുടെ ചൂടും തണുപ്പും ഒക്കെ എനിക്ക് ഒരു ലിമിറ്റിൽ കഴിഞ്ഞിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കരമായിട്ട് ബസ്സിലിരുന്ന് തുമ്മലായിരുന്നു. ലേറ്റായി വന്നപ്പോൾ 7:30 വീട്ടിൽ വന്നപ്പോൾ ബസ്സൊക്കെ കിട്ടി. അങ്ങോട്ടേക്ക് പിള്ളേരുടെ കൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ എന്തായാലും ഇച്ചിരി ജലദോഷം ചീറ്റലും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും പരിഗണനയിൽ എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ തൊടുപുഴ സ്മിത ഹോസ്പിറ്റലിലെ പ്രമുഖരായ ഡോക്ടേഴ്സിൻ്റെ കൂടെ ഒരു ഡോക്ടേഴ്സ് ഇവിടെ ഒരു ക്യാമ്പ് നടത്തുകയാണ് നമ്മുടെ ഉപ്പുപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം പിള്ളേർ വന്നപ്പോൾ ഞാനും പിള്ളേരും കൂടെ അങ്ങോട്ട് പോയപ്പോഴും ഷിബു കണ്ടപ്പോൾ പറഞ്ഞു. പിന്നെ ഉഷേച്ചി നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രാവിലെ 8:30 ഉഷേച്ചി വിളിച്ചു, നീ റെഡിയായോ, വരാറായോ? ചേച്ചി ഞാൻ ഇന്നലെ ഒരു വഴി റിപ്പോർട്ട്, എനിക്ക് എപ്പോഴും ക്ഷീണം ചേച്ചി, തുമ്മലും ചീട്ടോ, ഈ ഫോണിൽ കൂടി അടുത്താണ് നിന്റെ പെട്ടക്കെട്ട് തന്നേത്. അപ്പോൾ എൻ്റെ മനസ്സിലും പോകണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് കാലിലും കൈക്കും ഒക്കെ നല്ല വേദനയുണ്ട്. ഈ പറഞ്ഞ എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ യാത്ര കഴിഞ്ഞിട്ട് വന്നാൽ പിറ്റേ ദിവസം ഒരു ഫുൾ ഡേ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ, കുഴപ്പമില്ല. ഗുരുവായൂർ പോയിട്ട് വന്നിട്ട് പിറ്റേ ദിവസം ഫുൾ റെസ്റ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല. എന്തോനോടൊക്കെ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ ഉപ്പുപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. സൺഡേ ആണ്, എല്ലാവരും വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ 9:15 കേട്ടോ, 9 മണിക്ക് അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെന്നില്ലെങ്കിൽ ഉച്ചേച്ചി എനിക്കിട്ട് പെട്ടക്കിട്ട് തരും. അപ്പോൾ എല്ലായിടത്തും ഉത്സവവും കാര്യങ്ങളും ഒക്കെയാണല്ലേ. ഇത് നമ്മളിവിടെ തന്നെ മുത്തപ്പടി എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അവിടുത്തെ ഒരു ക്ഷേത്രത്തിലാണ് കേട്ടോ, ശ്രീനാരായണ ദുർഗാദേവി ക്ഷേത്രം, പാലക്കാവ്. ചേട്ടായി പിരിവൊക്കെ കൊടുത്താൽ അപ്പോൾ ചേട്ടായിക്ക് കൊണ്ടുപോയി ഇങ്ങനെ കൊടുക്കുവേ. അപ്പോൾ ചേട്ടായി കൊണ്ടുവരുന്നതാണ് കേട്ടോ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലായിടത്തും അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളും കാര്യങ്ങളും പള്ളിപ്പെരുന്നാളുകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്നലെ യാത്ര ചെയ്തപ്പോഴേക്കാണെങ്കിലും കുറേ സ്ഥലങ്ങളിൽ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളും ഒക്കെ കാണാനിടയായി. അപ്പം എല്ലാം നല്ല ഭംഗിയായിട്ടൊക്കെ നടക്കട്ടെ. നമുക്ക് പോകാൻ പറ്റുന്നതിലും പങ്കെടുക്കാൻ പറ്റുന്നതിലും ഒക്കെ നമ്മളും പോയി പങ്കെടുക്കുക. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നല്ല ആരോഗ്യപൂർണ്ണമായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാണ്ടിരിക്കും. നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരത്തിന് സ്ട്രോങ് ആക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നതല്ലേ. അപ്പോൾ ഇപ്പം എനിക്ക് അവിടെ പോയാൽ കുറേ നല്ല ഡോക്ടേഴ്സുമാരെ പരിചയപ്പെടാം. നല്ല അല്ലാണ്ട് നല്ല പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ വരുന്നുണ്ട്, അങ്ങനെയുള്ളവരെ പരിചയപ്പെടാം. അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജിയല്ലേ കിട്ടുന്നത്. പിന്നെ എന്നോട് ചേട്ടായി പറഞ്ഞു, നിൻ്റെ ഈ തുമ്മലിൻ്റെ കാര്യം പറഞ്ഞൊരു മരുന്ന് മേടിച്ചേക്കണം കേട്ടോ സിന്ധു. അപ്പോൾ അതിന് നല്ലൊരു ഡോക്ടറിനെ കാണുകയും ചെയ്യാം, അതിനായിട്ടുള്ള ഒരു ഡോക്ടറിനെ കാണുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ പോവാണ്. അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആയിരിക്കും. ആരും മിസ് ചെയ്യാണ്ട് ഓടിപ്പിക്കണ്ട കേട്ടോ. ക്യാമ്പൊക്കെ ഇവിടെ തുടങ്ങാൻ പോകുന്ന ഭാഗങ്ങളുണ്ട്. ഞാൻ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. തൈറോയ്ഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ അമ്മച്ചി പറഞ്ഞ് അത്യാവശ്യം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അല്ല, ഞാൻ തൈറോയ്ഡ് നോക്കിയെന്ന് പറയാം. തൈറോയ്ഡ് നോക്കിയിട്ട് നമ്മുടെ ഉച്ചേച്ചിയും ടീംസും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. ഡോക്ടേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ സന്തോഷത്തിലാണ് അസോസിയേഷനും ഇതിൻ്റെ സംഘാടകർ ഇവിടെ ഇത്രയും പേര് ഇവിടെ എത്തിച്ചേർന്നത്. നമ്മളാരും രോഗികളായിട്ടല്ല, നമുക്ക് രോഗമുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നതിന് ആണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ജീവിതശൈലി കൊണ്ടും നമ്മളുടെ ജീവിതത്തിൻ്റെ പാതയിൽ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും മനുഷ്യൻ രോഗികളായിത്തീരും. അത് പ്രകൃതി നിയമമാണ്. ആ രോഗത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, രോഗമില്ലാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ എങ്ങനെ സംജാതമാക്കി തീർക്കാം എന്നൊക്കെ ഉള്ളതാണ് ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ദേശം. നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ പിതാക്കന്മാരും ഒക്കെ അധ്വാനിച്ച് ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് അധ്വാനിക്കുന്നവർക്ക് ഒരിക്കലും രോഗങ്ങൾ അധികം വരാറില്ല. നമ്മുടെ ജീവിതശൈലിയിൽ അമിതമായ ഭക്ഷണം കഴിക്കുകയും അമിതമായി ഉറങ്ങുകയും അമിതമായി നമ്മൾ വ്യായാമം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന സ്മിത ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും സ്റ്റാഫും അതുപോലെ തന്നെ നമുക്കിവിടെ വോളണ്ടിയേഴ്സായിട്ട് കടന്നു വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അതിലൊക്കെ ഉപരി ഈ ക്യാമ്പ് പ്രയോജനപ്പെടുത്തുവാൻ
സ്നേഹപൂർവ്വം ത്യാഗപൂർവ്വം ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്ത് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ആദരണീയനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ്. ഭയങ്കര നോയ്സാണ് കേട്ടോ, ഭയങ്കര സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കക്കുട്ടി കല്ലെറിഞ്ഞോടൊക്കെ എല്ലാ അമ്മമാരും അച്ഛന്മാരും ഇരുന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ആളുടെ ഇത് പ്രസംഗം എനിക്ക് കേൾപ്പിക്കാനായിട്ട് നിർവാഹമില്ല. അതേപോലൊക്കെ ഭയങ്കര സൗണ്ടാണ്. എനിക്ക് തന്നെ ചെയ്തിട്ട് ക്ലിയർ ആകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഉപ്പുതറയുടെ പഞ്ചായത്തിൻ്റെ അമരക്കാരനായ പ്രസിഡന്റ് എല്ലാം എന്തൊരു കാര്യമായിട്ട് നമ്മൾ ചെന്നാലും ഉണ്ടല്ലോ, നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന ആള് ഉറപ്പായിട്ടും നല്ല രീതിയിൽ ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തിലും മുമ്പോട്ട് ഇറങ്ങി എല്ലാ മനുഷ്യരുടെയും ജാതിമത ഭേദമന്യേ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒന്നും ഇല്ലാണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനകത്തൊക്കെ നമുക്ക് അഭിമാനിക്കാം കേട്ടോ, ഒത്തിരി സന്തോഷിക്കാം. നമുക്ക് നമ്മുടെ എന്തൊരു കാര്യത്തിനാണെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ അത്രമാത്രം നല്ല ഒരാളാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു എന്തൊരു സംഭവമാണെങ്കിലും അതിന് നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങളുടെ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് സൂപ്പർ. അധ്യക്ഷൻ ശ്രീ രാജരത്നം, ഈ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അവർ, യോഗം ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യ പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ 12ാം വാർഡിന്റെ മെമ്പറും മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന സിനി ജോസഫ്, ഈ റെസിഡൻസ് അസോസിയേഷന്റെ ബഹുമാന്യരായ ഭാരവാഹികളെ, എൻ്റെ കൂടെ കഴിഞ്ഞ ടീമിലുണ്ടായിരുന്ന എക്സ് മെമ്പർ ഷാജി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിബു കെ തമ്പി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യര്, റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ കോർഡിനേറ്റർ ബഹുമാന്യര്, ഈ മെഡിക്കൽ ക്യാമ്പിൽ എത്തിയിരിക്കുന്ന സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ വെക്കാൻ കാരണഭൂതരായിരിക്കുന്നത് ഉപ്പുതറ സൗത്ത് റെസിഡൻസ് അസോസിയേഷന്റെ അംഗങ്ങളാണ്. അവർ ഈ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് ഏതാണ്ട് 2 മാസത്തോളമായിട്ടുള്ളൂ. ആ 2 മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് ഇത്രയും നല്ലൊരു ആലോചന, അവരുടെ കൂടെ ഇങ്ങനെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു കാര്യം കാഴ്ചവെക്കണം എന്നുള്ള ആശയം ചെയ്തതിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഇതിനകത്ത് ഇപ്പം തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്യാൻസർ നിർണയം നോക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ രോഗത്തിന് ചികിത്സിക്കാൻ വന്നതല്ല, രോഗം ഉണ്ടോ എന്ന് പരിശോധനയും രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ പോലുള്ള നടപടികളുമാണ് ഈ മെഡിക്കൽ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളെല്ലാവരും ഓരോരുത്തർ ജനിക്കുന്ന കുഞ്ഞു വരെ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായിക്കൊണ്ടാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത രോഗങ്ങളാണ്, നമുക്ക് പറയാൻ അറിയില്ലാത്ത. നമ്മൾ ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്ന എന്താണോ അതാണ് രോഗം എന്ന് സ്ഥിരീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മളുടെ ജീവിതശൈലിയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും വായുവും എല്ലാം മലിനമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്കിതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ അടിക്കടി വെക്കേണ്ടത് ആവശ്യമുണ്ട്, ചികിത്സകൾ തേടേണ്ടത് ആവശ്യമുണ്ട്. ഈ രോഗം നിർണയിച്ചാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഇതിപ്പോൾ ഇത്ര അടുത്തായതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഇത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു രോഗം നിർണയിക്കാൻ നിങ്ങൾ ഈ സ്മിത ഹോസ്പിറ്റലിൽ ചെല്ലുക, അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ രോഗനിർണയം നടത്തുക എന്ന് പറഞ്ഞാൽ പകുതി പേരും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രോഗം തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഭേദമാകുന്ന പല രോഗങ്ങളുമുണ്ട്. അത് വേണ്ട വിധത്തിൽ ചികിത്സ ചെയ്യാത്തതുകൊണ്ട് അത് വഷളായി പോകുന്നു, മരണകാരണമാകുന്നു. അങ്ങനെയുള്ള സാമ്പത്തിക നഷ്ടവും ആൾ നഷ്ടവും ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ തയ്യാറായ ഈ റെസിഡൻസ് അസോസിയേഷന് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ സമയം ഞാൻ മെനക്കെടുത്തുന്നില്ല. ഞാൻ എൻ്റെ ആശംസ അവസാനിപ്പിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. പഞ്ചായത്തിലെ തൊടുപുഴ സ്മിത ഹോസ്പിറ്റലിലെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് രാജരത്ന സാറ്, ആശംസകൾ അർപ്പിച്ച
ടി വി ജോസഫ് സാറ്, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് അവറുകൾ, ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സത്യനാഥ്, ക്യാമ്പിൻ്റെ കോർഡിനേറ്റർ റെജിമൻ സാറ്. 3 മാസം വരെ തികച്ചായിട്ടില്ല നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ട്, രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡയറ്റീഷ്യൻ ഉണ്ട്. ഡയറ്റീഷ്യൻ നമുക്ക് നമ്മുടെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് ഭക്ഷണക്രമത്തെ കുറിച്ച് നമുക്ക് ഇവിടെ അവബോധം തരും. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഓർത്തോ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഫിസിയോതെറാപ്പി അവരുടെ ട്രെയിനിങ്, എന്ത് ചെയ്യണമെന്നുള്ള ഫിസിയോതെറാപ്പി ട്രെയിനിങ് നമുക്കിവിടെ നൽകും. അതുപോലെ തന്നെ ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാ രോഗികൾക്കും ആവശ്യമായ മെഡിസിൻ നമ്മൾ ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് തന്നെ തരുന്നു. അപ്പോൾ നമ്മൾ എന്നാ പറയുന്നത്, സൗജന്യ ക്യാമ്പ് ഇതേ കിടക്കുന്നു കണ്ടോ, മെഡിക്കൽ ക്യാമ്പ് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ അസോസിയേഷൻ്റെ പേരാണ് മുകളിലത്തേത്. ഇത് സ്മിത ഹോസ്പിറ്റലായിരുന്നു കേട്ടോ, സൗജന്യ ക്യാമ്പ്. എന്നാണേലും ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാ പറയുന്നത്, നല്ല പരിപാടിയായിരുന്നു കേട്ടോ. നല്ല പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എന്നാ പറയുക, ഞാൻ ഇങ്ങനെ വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ, വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. നല്ല പരിപാടിയായിരുന്നു. നല്ല ഡോക്ടേഴ്സും പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെയ്യേണ്ട നട്ടലിൻ്റെ പ്രശ്നത്തിനും വേദനയ്ക്കൊക്കെ ചെയ്യേണ്ട എക്സസൈസൊക്കെ അടങ്ങിയ ഒരു കാർഡൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ ചെയ്യുക. പിന്നെ നന്നായിട്ട് ചൂട് എവിടെയാണോ വേദന ഉള്ളത്, നമ്മുടെ ശരീരം ഫുള്ള് നമുക്ക് ചൂടാക്കാമെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയാം കേട്ടോ. ആവി അടുപ്പിക്കുക, അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ കയ്യിൽ, ഹോട്ട് വാട്ടർ ബാഗില്ലേ, അതിനകത്താണെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുള്ളടത്ത് ചൂട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും ചേച്ചി എന്ന് പറഞ്ഞു. അതും പറഞ്ഞു തരുന്നത് നല്ലൊരു മോനായിരുന്നു. നല്ല നമുക്ക് കാര്യമായിട്ട് പറഞ്ഞു തരും. നമ്മൾ പറയുന്നത് കേൾക്കില്ല, ചില ഡോക്ടേഴ്സിന് കൈപ്പുണ്യമുണ്ട്. അവരുടെ അടുത്തൊന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പകുതി അസുഖം മാറിയത് ചിലർ പറയുന്നത് കേൾക്കത്തില്ല. എന്ന് പറഞ്ഞോടൊക്കെ അവരുടെ ആ ഒരു ചിരിച്ചുകൊണ്ടുള്ള ഒരു സംസാരവും നമ്മളോടുള്ള ഇടപെടലും ഒക്കെ കാണുമ്പോണ്ടല്ലോ നമുക്ക് പകുതി അസുഖം മാറും. ശരിയത് ചില ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ ചിലർ നമ്മൾ ചെല്ലുമ്പം രോഗം പറയുന്നതിന് മുമ്പ് തന്നെ എഴുതുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇത് നല്ല ഡോക്ടേഴ്സായിരുന്നു, പറയാതിരിക്കാൻ വേണം കേട്ടോ. എനിക്കറിയത്തില്ലേ, ഇപ്പം ചില ഡോക്ടർമാരെ കാണുമ്പോൾ എനിക്ക് അച്ചുക്കുട്ടനെ പോണക്ക് തോന്നും, കോട്ടയത്തെ ചേച്ചിയുടെ കുറിച്ചില്ല അവനെ പോണക്ക് തോന്നും. എന്നിട്ട് ഞങ്ങളെല്ലാവരോടും അടങ്ങിയ ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കേട്ടോ. ഞാൻ പറഞ്ഞു, എന്നാണല്ലോ ഇത്രയും നല്ല ഡോക്ടേഴ്സിനെയും എല്ലാവരെയും ഞങ്ങൾക്ക് കിട്ടിയതല്ലേ, അപ്പം ഞങ്ങൾ മെമ്മറി ആയിട്ട് സന്തോഷമായിട്ടൊരു ഫോട്ടോ എടുത്തോട്ടെ. ആയിട്ടോ, ഓക്കെ വായോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പം ഞാൻ അവരുടെ കൂടെ നിൽക്കാണ്ട് ഞാൻ തന്നെ 2 ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി നിന്നപ്പോൾ ഒരു മോള് വേറെ എടുത്തു തന്നു കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നി. ഒത്തിരി രോഗികൾ വന്ന് മരുന്നൊക്കെ മേടിച്ചു. ഫ്രീ ആയിരുന്നു മരുന്നൊക്കെ. എനിക്ക് ഈ ഹിസ്നോഫീലിയയുടെ പ്രശ്നം പറഞ്ഞ് മേടിച്ചിട്ടുണ്ടായിരുന്നു ജനറൽ ഡോക്ടറെ അടുത്ത് നിന്ന്. അപ്പോൾ 10 ദിവസം കഴിച്ചിട്ട് 10 ദിവസം കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നമ്മുടെ അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിനകത്ത് ഉൾപ്പെട്ടവർക്കൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മുടെ ക്യാൻസർ ഉണ്ടോ നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ളതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റെപ്പാണെന്ന് തോന്നുന്നു മാമോഗ്രാം അല്ലേ. അത് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട്. നമുക്ക് സ്ത്രീകൾക്കാണ് കൂടുതലും ക്യാൻസർ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാനായിട്ട് ഇപ്പം നമ്മുടെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ അതിനുള്ളൊരു ഫെസിലിറ്റീസ് സൗകര്യം കുറവുള്ളത് കൊണ്ട് അതിനൊരു കൂപ്പൺ തന്നിട്ടുണ്ട്. നമുക്ക് ഇത് നോക്കണമെങ്കിൽ നമുക്ക് തൊടുപുഴ സ്മിത ഹോസ്പിറ്റലിൽ ചെന്നാൽ മതി കേട്ടോ. സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ മതി. സ്മിത എന്ന് പറയുന്ന ആ മോള് ക്യാൻസർ വന്ന് മരിച്ചിട്ട് ആ ഒരു ഇതിൽ തുടങ്ങിയ ഒരു ഹോസ്പിറ്റലാണ് അയാളാണ് അങ്ങനെ ഇട്ടിരിക്കുന്നതെന്നൊക്കെ അവിടെ ഇരുന്ന് ഒരു വ്യക്തി എന്നോട് പറഞ്ഞു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാൻ നമ്മുടെ നാടല്ലല്ലോ തൊടുപുഴ. നമ്മുടെ ഒരു മോളുണ്ട് തൊടുപുഴ. അപ്പോൾ അവളോട് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെ ഒരു കൂപ്പണുണ്ട്. ഇത് 1 മാസത്തേന് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും. അതിന് എന്നാണ്ട് 950 രൂപയോ അങ്ങനെ എങ്ങാണ്ടാണ് ഹോസ്പിറ്റലിൽ ഈടാക്കുന്ന, ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും ഈടാക്കുന്ന ഒരു ആ ഒരു ചെക്കപ്പിന് ചെയ്യുന്ന ഒരു എമൗണ്ട് അതാണ്. പക്ഷേ അത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും. 1 മാസത്തിനുള്ളിൽ പോയി ഈ കാർഡുമായിട്ട് അവിടെ ചെന്നാൽ മതി. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഏതായാലും ഒരു കാർഡ് മേടിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കാം, മനുഷ്യരല്ലേ അല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലർക്കൊക്കെ പേടിയാട്ടോ നോക്കാനായിട്ട്, വേണ്ട അയ്യോ ഓട്ടത്തുകാരും അറിഞ്ഞെങ്കിൽ പിന്നെ അതൊന്നുമല്ല. ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം ഇരിക്കുന്നത്. നമുക്കറിയാൻ പറ്റത്തില്ല നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവത്തിന് വല്ല പ്രശ്നമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം 4 സ്റ്റേജായി എന്നിട്ട് പെട്ടെന്ന് അവർ മരിച്ചു അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ കേൾക്കാമല്ലേ. അപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസുഖങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്കിങ്ങനെ നോക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഥവാ ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തില്ലേ, ചികിത്സിക്കത്തില്ലേ. അപ്പം ഒരു പരിധിവരെ പേടിയാതെ പറഞ്ഞ് പുറകോട്ട് മാറുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ സമയത്ത് വിനിയോഗിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ മരുന്നുകൊണ്ടൊക്കെ മാറ്റാൻ പറ്റുന്ന അസുഖങ്ങൾ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും. അപ്പം ഞാൻ എന്തായാലും ഒരു കാർഡ് മേടിച്ചു. അപ്പം ഞാൻ നമ്മുടെ തയ്യലിൻ്റെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒരെണ്ണം മേടിക്കുക ചേച്ചി, നമുക്ക് നോക്കാം. അപ്പോൾ ചേച്ചി ആശാപ്രവർത്തക ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഉപ്പുകാരലൊക്കെ ഇവർക്ക് ഇങ്ങനെ ക്യാമ്പുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ നോക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇന്നാളങ്ങാടൊക്കെ ചേച്ചി നോക്കിയാന്നുണ്ട്. എന്നാലും ചേച്ചി ഒരു കാർഡ് മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു 10 ദിവസമൊക്കെ കഴിഞ്ഞ് പോയി നോക്കാമെന്ന് ഓർത്തുണ്ട്. ഇപ്പോൾ എനിക്ക് 10 ദിവസത്തെ റിസ്നോവിലയുടെ മരുന്ന് കുറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 10 ദിവസം കഴിഞ്ഞ് പോകാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അന്നേരം വേണ്ട നാളെ മുതൽ തൊഴിലുറപ്പുണ്ട് കേട്ടോ. എത്ര ദിവസത്തേനുണ്ടെന്ന് അറിയില്ല, ചിലപ്പോൾ 14 ദിവസമായിരിക്കും, ചിലപ്പോൾ 10 ദിവസമായിരിക്കും, എത്ര ദിവസത്തേനാണെന്ന് അറിയില്ല. അപ്പം നാളെ മുതൽ തൊഴിലുറപ്പുണ്ട്, അതിന് പോകണം. ഇന്നലെ വയനാടേക്ക് കോള് വന്നു കേട്ടോ. നമ്മുടെ സംഘത്തിൻ്റെ ഉഷേച്ചിയുടെ എന്താണെന്നറിയോ, ഉഷേച്ചിയൊക്കെ ആശാപ്രവർത്തകയല്ലേ, അതിനുള്ള അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടെയാണ്. ഞാൻ അതിനകത്തൊന്നും ഉൾപ്പെട്ടിട്ടില്ല. കാരണം നമുക്ക് ഈ വിളിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് സാഹചര്യം ഓടി ചെന്ന് ഓരോ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിനല്ല. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും തന്നെ അത്യാവശ്യം പോയി ഫുഡ് ഒക്കെ കഴിച്ചിട്ട്, ഡോക്ടേഴ്സൊക്കെ ഫുഡ് കഴിച്ചിട്ട് അവരൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് പേരുണ്ടായിരുന്നു, അവരൊക്കെ ഫുഡ് കഴിച്ചു. പിന്നെ 2-3 ചേട്ടന്മാരൊക്കെ ലാസ്റ്റ് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് എനിക്ക് അത്യാവശ്യം ഒരു കോള് വന്നുകൊണ്ട് ഞാനിങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുന്നു, ചേട്ടയുടെ കടയോട്ട് ഇറങ്ങി പോകുന്നായിരുന്നു. പക്ഷേ എനിക്കൊരു പണ്ടത്തരം പറ്റി. ഇതിലൂടെ വലിയൊരു കാരണം, ഇന്ന് ഞാൻ ഹാൻഡ് ബാഗ് കൊണ്ടുപോയില്ല, ഈ പേഴ്സാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിനകത്തോട്ട് ഇതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഫോണിൻ്റെ സ്റ്റാൻഡും എല്ലാം കൂടെ വെച്ച് കഴിയുമ്പോഴത്തേനും സിബ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആ കാർഡ് ഇങ്ങനെ തന്നെ പിടിച്ചേക്കുമായിരുന്നു. ഇത്ര ഉള്ളൊരു വലിയ കാർഡായിരുന്നു നമുക്ക് ചീട്ട്. പക്ഷേ ആദ്യം ഞാൻ അവിടെ വെച്ചിട്ട് മറന്നു പോകുന്നു. ആദ്യം ഞാനിപ്പോൾ ഉഷേച്ചിയെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ നേരത്ത് ഉഷേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടെങ്കിൽ എടുത്തോണ്ട് വരുമെന്ന് എനിക്കറിയാം. പക്ഷേ അവിടെ ചേർക്കമ്പിള്ളെല്ലാം കൂടെ അടി കൊച്ച ക്ലീൻ ചെയ്തത് അവർ കളഞ്ഞെന്നാണ് തോന്നുന്നത്, എന്നാ പറയണേ. പക്ഷേ തൊടുപുഴയ്ക്ക് പോകണമെങ്കിൽ അത് വേണമായിരുന്നു. ഇതുകൊണ്ടാണേലും ഇത് മതിയടി വെച്ചെന്ന് പറഞ്ഞു. സാരമില്ല, അത് കുഴപ്പമില്ല, നമുക്കതവിടെ പറഞ്ഞ് ഇതാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും കൂട്ടായല്ലോ. അപ്പോൾ ഓടിച്ചിട്ടുമ്പോൾ പറഞ്ഞു ഓക്കെ ആക്കാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്നാ ഉണ്ടൊരു കാര്യം പറയാം. പിന്നെ എനിക്ക് ചേട്ടായി താഴെ കടയിൽ ഇറങ്ങി വന്നപ്പോൾ ഒരു സമ്മാനം മേടിച്ച് തന്നിട്ടുണ്ട്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ മേടിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ആ സാധനമാണ്, ഇത് ഭയങ്കര വിലയുള്ള സാധനം കേട്ടോ. ഇത്രയും വിലയുടെ സാധനമൊക്കെ എന്തിനാണ് മേടിച്ചതെന്ന് ചോദിച്ച് ഞാൻ ചേട്ടന് വഴക്കുണ്ടാക്കി കേട്ടോ. നമുക്കറിയത്തില്ലേ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇന്നോ വിലയല്ലേ. ഇത് സെല്ലോടെയാണ് കേട്ടോ, ഇത് കണ്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലായിരുന്നു, 3 എണ്ണമാണ് ഞാനത് കത്തിച്ച് കളഞ്ഞതെന്ന്. 3 എണ്ണം ഇൻഡക്ഷനിലും ഗ്യാസിലും ഒക്കെ വെച്ച് പുകച്ച് കളഞ്ഞെന്ന് പറഞ്ഞൊരു സംഭവമാണ്. പക്ഷെ ഇത് നല്ല അടിപൊളി സാധനമാണ്. അയ്യോ, എൻ്റെ ഹാൻഡിൽ ഇത് നല്ല വിലയുമാണ് കേട്ടോ. ദൈവമേ, ഇതിൻ്റെ വില കണ്ടപ്പോൾ ഞാൻ ചേട്ടനെ വഴക്ക് പറഞ്ഞു, എന്തിനാണ് ചേട്ടൻ മേടിച്ചത്, 1.5 ലിറ്റർ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. കഷ്ടി 1 ലിറ്റർ കൊള്ളാം ഇത്. പക്ഷെ നല്ല കട്ടിയൊക്കെ ഉണ്ട്, അതിൻ്റെ പിടിയാണിത് കേട്ടോ. അപ്പോൾ ചായ ഇടുന്ന സോസ്പാൻ അപ്പടി ഇങ്ങനെ ഒരു പരിവായിട്ടിരിക്കുക. അത് കണ്ടപ്പം മേടിച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു അതിനകത്ത് അതിൻ്റെ ഹാൻഡിലൊക്കെ ഉണ്ട് കേട്ടോടി, നീ പോയി അത് നന്നായിട്ട് പിടിപ്പിക്കണം കേട്ടോ എന്നൊക്കെ. സൂക്ഷിക്കുറവല്ലേ, ഇത്രയും കൂടിയത് മേടിച്ചാലും സൂക്ഷിച്ചില്ലേ പോക്കല്ലേ. സത്യം പറയുന്നത് സൂക്ഷിക്കുറവ് കൊണ്ട് പറ്റിയതാണ്. അപ്പോൾ ഇങ്ങനൊരു പിടിയുണ്ട്, അത് നമുക്ക് ഊരിയിട്ട് പിടിപ്പിക്കണം ഇങ്ങനെ കേട്ടോ. അപ്പോൾ ചേട്ടാ എനിക്ക് മേടിച്ച് തന്ന സമ്മാനം കേട്ടോ. ഇതിന് നല്ല കനം കേട്ടോ, നല്ല വെയിറ്റ്, നല്ല ഇത് കോട്ടിങ്ങും ഒക്കെ ഉള്ള സംഭവം. ഇതിന് നല്ല കനമാണ്. അടപ്പിന് ഇൻഡക്ഷനിലും വെക്കാം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ചായക്ക് ഇനി ഇതിനകത്തിടാം. അതായത് ഇച്ചിരി അത്യാവശ്യം കേക്കൊക്കെ വേണേലും നമുക്ക് ഇതിനകത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ പാത്രം കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നിയതാണ് കേട്ടോ. കേക്ക് പുഡിങ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പാത്രം. അപ്പം ഇത് ചേട്ടായുടെ ഗിഫ്റ്റാണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ആണ് മാർച്ച് 2-ആം തീയതി.
3-ാം മാസം 2-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആകും. അപ്പം ചേട്ടാ എനിക്ക് എന്നെ ഇടയിൽ മേടിച്ചിരുന്നത് പറഞ്ഞ് ഞാൻ 1 മാസം മുമ്പേ തുടങ്ങി പറയാൻ നടക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് എന്നാ വേണ്ടേ? ഞാൻ പറഞ്ഞു എനിക്ക് എന്നേലും സാധനം മേടിച്ച് തന്നേക്കണം, ബർത്ത്ഡേക്ക് എന്നേലും സാധനം മേടിച്ച് തന്നേക്കണമെന്ന്. ഇന്നലെ പറയാം ഇന്ന് വരും കേട്ടോ നിൻ്റെ ബർത്ത്ഡേക്കുള്ള സമ്മാനം. ഞാൻ പറഞ്ഞു ബർത്ത്ഡേ ആയില്ലല്ലോ, ബർത്ത്ഡേയുടെ തലേദിവസമോ ബർത്ത്ഡേയുടെ അന്നോ ഒക്കെ അല്ലേ തരേണ്ടത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം ഞാൻ ബുക്ക് ചെയ്ത സാധനം നേരത്തെ വന്നത്. അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. എൻ്റെ ചേട്ടായുടെ കയ്യിൽ നിന്ന് ഇതാണ് എനിക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത്. ഏതാണ്ട് കൊള്ളാം, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ വില കേട്ടപ്പോൾ ഇച്ചിരി ഞെട്ടി. 800-നോ 850-നോ അങ്ങോട്ട് മുകളിലാണ്. അപ്പോൾ വില കേട്ടപ്പോൾ ഇച്ചിരി ഞെട്ടി. നല്ല സാധനത്തിന് വില കൊടുക്കണം അല്ലേ. എന്തായാലും കൊള്ളാം, സൂപ്പർ, താങ്ക് യു ചേട്ടാ എന്ന് പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കടയിലൊന്ന് ജസ്റ്റ് കയറിട്ട് ഓടിയും പോകുന്നു. അപ്പോൾ കണ്ണൻ ഞാനിങ്ങോട്ട് പോകുന്ന പുറകെ കണ്ണൻ വിളിച്ചേക്കാം. ഇന്ന് സൺഡേ അവൻ ഇത് കൂട്ടി തുറക്കുന്നില്ല കേട്ടോ, മറ്റേ തെറാപ്പി സെൻറ്റർ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ ചേച്ചി സിന്ധുവാനി പോയോ, ദേ ഇവിടെ വന്ന് ഈ മിഷനെ കയറാൻ. എനിക്ക് ഇന്നലെ ഒരു യാത്ര ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, പോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ യാത്ര ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഓരത്തിനും ഈ ഒരു സൈഡ് മൊത്തം വേണം. വണ്ടി ചെയ്തിട്ട് ഞാൻ ഈ ഞെളിതിരി ഒളിച്ച് തന്നെയായിരുന്നു. അപ്പോൾ അടുത്തിരുന്നു, അതോ വണ്ടി ഫുൾ ടൈറ്റ് ആളുമായിരുന്നു. അയ്യോ എൻ്റെ അമ്മ. അപ്പം ഇടിച്ച് ഞെങ്ങി എല്ലാം കൂടെ വന്ന് ഞാൻ ഈ സൈഡിലായിരിക്കുന്നത്, ഇങ്ങ് വന്ന് ഇടിച്ചിട്ടേ എനിക്ക് ഈ ഒരു സൈഡ് ഫുള്ള് വേദനയായിരുന്നു, രാത്രിയിലെല്ലാം വേദന. അതുകൊണ്ട് തന്നെ ഭയങ്കര തുമ്മലുമായിരുന്നു. എൻ്റെ പൊന്നെ എന്നാ തുമ്മലായിരുന്നു ബസ്സിലൊക്കെ വെച്ചാൽ. അപ്പം ഞാൻ മനുഷ്യനെല്ലാം എന്നെ നോക്കുക, ഇവർക്ക് കൊറോണയാണോ കോവിഡാണോ ഇവർക്ക് എന്താണെന്ന്. അത് എനിക്ക് ഈ കാലാവസ്ഥ പറ്റത്തേ ഇല്ല. നാട്ടുപുറത്തോടൊന്നും എനിക്ക് ഒട്ടും പറ്റത്തില്ല, ചൂട് ഒരു രക്ഷയില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചേട്ടായോട് പറയും എൻ്റെ ഇടയിൽ നമുക്ക് വേദനയ്ക്കൊക്കെ കുറച്ച് കുറവ് കിട്ടും, നമുക്ക് ഇത് വിറ്റിട്ട് നാട്ടുപുറത്തെങ്ങാനും പോകാമെന്ന്. പക്ഷേ അതാണ് അവസ്ഥ. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ. എന്നാന്നറിയോ, ഭയങ്കര ഉറക്കക്ഷീണമാണോ ഒരു തളർച്ചയാണോ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. കഴിഞ്ഞ ദിവസം എനിക്ക് ആ ഗുരുവായൂർ പോയിട്ട് വന്നപ്പം ഇത്രയും ഒരു ക്ഷീണമില്ലായിരുന്നു തോന്നുന്നു. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയായിരുന്നു അവരോട്, ഈ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടേ എനിക്ക് ചേച്ചിയോട് വിളിച്ചപ്പോൾ പറയായിരുന്നു എനിക്ക് അത്ര വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല. ഞാൻ വന്നിട്ടാണെങ്കിലും അങ്ങനെ കിടന്ന് ഉറങ്ങും ഒന്നും ചെയ്തില്ല. പക്ഷേ ഇന്നലത്തെ ഒരു യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു. പിന്നെ ഇനിയിപ്പം ഞാൻ മാർച്ച് മാസത്തിൽ ഒന്നുകൂടെ ഗുരുവായൂർ പോകുന്നുണ്ട്. ദിവസമൊന്നും തീരുമാനിച്ചിട്ടില്ല. മാസത്തിൻ്റെ ആദ്യം തന്നെ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സത്യം പറയാനുണ്ടല്ലോ, കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്കകത്ത്, ഗുരുവായൂർ പോകണം. വേളാങ്കണ്ണിക്ക് പോയി കഴിഞ്ഞപ്പോൾ വേളാങ്കണ്ണിക്ക് പോകുന്നതിന് മുമ്പ് അല്ലേ വേളാങ്കണ്ണിക്കും പോകണം ഗുരുവായൂരും പോകണം, വേളാങ്കണ്ണിക്കും പോകണം ഗുരുവായൂർ പോകണം, ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ സത്യം പറയാമല്ലോ, ഉണ്ണിക്കണ്ണൻ്റെ അത്ര വലിയ ഭക്തിയോ പ്രാർത്ഥനയൊന്നുമില്ല. പക്ഷേ ഞാൻ എപ്പോഴും കൃഷ്ണൻ്റെ അമ്പലത്തിൽ നമ്മുടെ അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ. അപ്പം എന്തോ എനിക്കറിയത്തില്ല, ഉണ്ണിക്കണ്ണൻ എന്നെ വിളിച്ചതുപോലെ, ഗുരുവായൂരപ്പൻ എന്നെ വിളിച്ചതുപോലെ മാർച്ചിൽ ഞാൻ വന്നേക്കാം ഗുരുവായൂരപ്പ, മാർച്ചിൽ ഞാൻ വന്നേക്കാം ഗുരുവായൂരപ്പ എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് നടന്നു കിട്ടിയാൽ ഞാൻ വന്നേക്കാമെന്ന്. പക്ഷേ ഫെബ്രുവരി പകുതിയായപ്പോൾ തന്നെ, ഫെബ്രുവരി ആദ്യം തന്നെ എന്നെ ഗുരുവായൂരപ്പൻ അവിടെ എത്തിച്ചു. നല്ല ഭംഗിയായിട്ട് തൊഴാനും കാണാനും തൊടാനും പറ്റി. അപ്പം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ച് കിട്ടുന്നുമുണ്ട് തമ്പുരാൻ്റെ കൃപ കൊണ്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു മാർച്ചിൽ ഞാൻ വന്നേക്കാമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് അവിടെ പോയി നിന്നപ്പോഴും പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഞാൻ മാർച്ചിൽ ഒന്നുകൂടെ പോകാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതെങ്ങനെയായിരിക്കും എന്നറിയില്ല. ചിലപ്പോൾ ചേട്ടായി ഞാനിവിടെ ആയിരിക്കും, ചിലപ്പോൾ ആ ചേച്ചിയും ചേട്ടനും കാണും. ഇതല്ലെങ്കിൽ ഇനി അമ്മൂൻ്റെ അവിടെ പോയിട്ട് അമ്മൂനെയൊക്കെ കൂട്ടിക്കൊണ്ടാണോ വിഷ്ണുവിനെയും അമ്മൂനെയും കൂട്ടിക്കൊണ്ടാണോ എങ്ങനെയാണെന്ന് തീരുമാനിച്ചില്ല. എന്തായാലും മാർച്ചിൽ ഒന്നുകൂടെ ഗുരുവായൂരപ്പൻ്റെ അടുത്തോട്ട് ഓടി പോകുന്നുണ്ട് കേട്ടോ. ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ ചെന്നാൽ, സത്യം. പക്ഷേ ആ ചേച്ചി എന്നോട് പറയുന്നത്, മോളെ നീ ഇപ്പം ഇങ്ങോട്ടൊന്ന് നീങ്ങിയേ, എന്നിട്ട് നീ എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ച്, എത്ര ഐശ്വര്യമാണ് വരുന്ന ആൾക്കാർക്ക് മൊത്തം. സത്യം അവിടെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രത്യേക ചൈതന്യം എനിക്ക് ഫീൽ ചെയ്തു. സത്യമായിട്ടുള്ള കാര്യം, ഒരു പ്രത്യേക സൗന്ദര്യം തോന്നി. അതൊക്കെ ഭഗവാന്റെ ചൈതന്യമുള്ള ആ ഒരു സ്ഥലത്ത് കാലുകുത്തിയാലും നമുക്ക് കിട്ടുന്ന ഒരു ഐശ്വര്യമാണല്ലേ. അപ്പം പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ വെല്ലോട്ടിനോട് ഒന്ന് ഇടിച്ചു പൊട്ടിച്ചേരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.